നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ സിനിമാ വാരഫലം പറയുകയാണ്. 2024 മികച്ച സിനിമകളെയും സിനിമാ പ്രവർത്തകരെയും കണ്ടെത്താനുള്ള ജൂറിയെ നിശ്ചയിച്ച് സ്ക്രീനിങ് ആരംഭിച്ചു. 128 സിനിമകളാണ് ആദ്യത്തെ ജൂറി കണ്ട് അതിൽ നിന്നും ചവറുകളെയൊക്കെ തൂത്തുമാറ്റി കളഞ്ഞ് ഫൈനൽ സ്ക്രീനിങ്ങിന് എത്തിക്കേണ്ടത്. ചിലപ്പോൾ നല്ല ചില സിനിമകളും ഈ ചവറിൻ്റെ കൂടെ തെറിച്ച് പോകാം. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ റീകോളിംഗ് ഉണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെയാണെങ്കിൽ ജൂറി ചെയർമാനെ പരാതി കൊടുത്താൽ റീകോൾ ചെയ്യും. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകളിൽ നിന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ജൂറിയുടെ ചെയർമാനായി പ്രകാശ് രാജാണ് ഇത്തവണ ജൂറി ചെയർമാൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി പ്രകാശ് രാജാണ് എന്ന് കേട്ടപ്പോൾ. നല്ല സെലക്ഷനാണ് പ്രകാശ് രാജിൻ്റെ എന്ന് ഞാൻ പറയും. നല്ല നടനാണ്. ഇപ്പോൾ ഇരുവർ എന്ന് പറഞ്ഞ പടത്തിൽ കരുണാനിധിയായിട്ട് എന്ത് രസമായിട്ടാണ് പ്രകാശ് രാജ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ദിലീപിൻ്റെ പാണ്ടിപ്പട എന്ന് പറഞ്ഞ പടത്തിലെ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു ഗുണ്ട നേതാവ് എന്ത് രസമായിട്ട് ചട്ടമ്പി എന്ത് രസമായിട്ട് ചെയ്ത ആളാണ്. അപ്പോൾ നല്ല നടനാണ്, നല്ല വിവരമുള്ളവനാണ്. ഒരു അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നാൽ കാര്യമാത്ര പ്രസക്തമായി എന്ത് സീരിയസ് ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. കച്ചവട സിനിമയുടെ ഭാഗവുമാണ്, അല്ലാതെ താടി വളർത്തുന്ന ബുജികളുടെ മാത്രമല്ല. അപ്പോൾ ബുജികളുടെ കൂടെ ഇപ്പം കാഞ്ചീവരം, പ്രിയദർശൻ്റെ കാഞ്ചീവരം മാത്രം എടുത്താൽ മതിയല്ലോ ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മാറ്റം അറിയാൻ. നല്ല നിർണയങ്ങളാകാം അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് നമ്മളെ നരേനൊക്കെ എഴുതിയ അല്ലെങ്കിൽ മീശമാധവനൊക്കെ എഴുതിയ രഞ്ജൻ പ്രമോദ്, വെള്ളിമൂങ്ങ സംവിധാനം ചെയ്ത ജിബു ജേക്കബ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ഗായത്രി അശോകൻ, നിതിൻ ലൂക്കോസ്, സന്തോഷ് എച്ചിക്കാനം, പ്രശസ്തനായ ചെറുകഥാകൃത്തും കാറ്റുമഴയുടെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയ സന്തോഷ് എച്ചിക്കാനം. ഇവരാണ് ജൂറി മെമ്പേഴ്സ്. ഇവരിൽ രഞ്ജൻ പ്രമോദും ജിബു ജേക്കബും പ്രാഥമിക കമ്മിറ്റികളുടെ, അതായത് ആദ്യത്തെ സെലക്ഷൻ കമ്മിറ്റികളുടെ ചെയർമാന്മാരായിരുന്നു. എൻ്റെ സുഹൃത്തായ ഒരു സംവിധായകൻ എന്നോട് ചോദിച്ചത് ഈ ജിബു ജേക്കബ് എങ്ങനെ ഇതിൽ കയറി കൂടി എന്നാണ്. നല്ല ക്യാമറാമാനും നല്ല എന്താ പറയുക വൃത്തിയുള്ള ഒരു സിനിമ വെള്ളിമൂങ്ങ സംവിധാനം ചെയ്തു. സംവിധാനം എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുകയും ചെയ്ത ആളാണ് ജിബു ജേക്കബ് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് മറുപടിയും പറഞ്ഞു. അദ്ദേഹത്തിനെന്തോ ജിബുവിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ജൂറിയിൽ ഒരാളെ മാത്രമേ പക്ഷപാതപരമായി വിലയിരുത്തുന്ന ആളായി ഞാൻ കാണുന്നുള്ളൂ. പുളിച്ച വാചകം അടിച്ചും പ്രകാശ് രാജിനേക്കാൾ മുമ്പേ സിനിമയിൽ വന്ന സീനിയോറിറ്റി പറഞ്ഞുമൊക്കെ തനിക്കിഷ്ടമുള്ള പലർക്കും പലതും വാങ്ങിച്ചെടുക്കാനും തന്നെ ഇഷ്ടമില്ലാത്ത മിടുക്കന്മാരെ പോലും ഒതുക്കാനും പരസ്യമായി ശ്രമിക്കാൻ ഒരു മടിയുമില്ലാത്ത പ്രകൃതമുള്ള ആളെ സജി ചെറിയാൻ്റെ പ്രത്യേക ശുപാർശയിലായിരിക്കണം ഈ കമ്മിറ്റിയിൽ കയറ്റിയതെന്ന് എനിക്കറിയാം. കാരണം ചിലരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു ലിംഗപ്രസാദം കാണണം. ഞാൻ ഈ സിനിമാ അധിഷ്ഠിത പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ സജി ചെറിയാൻ ചിലരെ കാണുമ്പോൾ ചിരിക്കും. ഞാൻ സജി ചെറിയാൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആ വരുന്ന സാധനത്തിനെ കാണുമ്പം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്ത് ഭാവം വരുന്നു എന്ന് നോക്കാനായിട്ട്. അത് ഞാൻ MT സാറടക്കം ഒരുപാട് പേരുടെ മുഖം ഞാൻ അങ്ങനെ മുഖലക്ഷണം നോക്കിയിട്ടുണ്ട്. അപ്പോൾ സജി ചെറിയാൻ ചിരിക്കുന്ന വേണം കാണാൻ. അപ്പോൾ എനിക്കറിയാം പോണതിന് മുമ്പേ ഈ 5 വർഷത്തെ സാംസ്കാരിക വകുപ്പ് കൈയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹം കാണിക്കാൻ നോക്കുമെന്ന്. പിന്നെ KSFDCയുടെ ചെയർപേഴ്സണും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണൊന്നും ആക്കാത്തത് ആരുടെയോ ഭാഗ്യം എന്ന് പറയാം. അമൃതാനന്ദ മൈക്ക് ലോകത്തിലാദ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത മഹാനാണല്ലോ ഞാൻ എന്ന് വീമ്പ് പറയുന്ന സജി ചെറിയാൻ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നമുക്ക് പാർக்கலாம் എന്നേ പറയാൻ പറ്റൂ. 2024 മത്സരത്തിലേക്ക് കണ്ണോടിച്ചാൽ രസകരമായ ഒരു കാഴ്ച കാണാം. ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടി നിന്നത് 54 വർഷം മുമ്പാണ് അനുഭവങ്ങൾ പാളിച്ചകളിൽ. ഇന്നും ക്യാമറയ്ക്ക് മുന്നിൽ നെടും തൂണായി അദ്ദേഹമുണ്ട്. പുതുതലമുറക്കാർ നിരവധി വന്നു പോയി. 2024 സിനിമാ വിധി നിർണ്ണയക്കാരുടെ മുന്നിൽ ഭ്രമയുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റിയായി
ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവപ്രകടനങ്ങളുമായി മമ്മൂട്ടിയുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണല്ലോ പ്രമേഹം. മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമയും മത്സരത്തിനുണ്ട്. കാതൽ, കണ്ണൂർ സ്ക്വാഡ് എന്നിവയിലെ പ്രകടനവുമായി 2023 മമ്മൂട്ടി മത്സരത്തിനുണ്ടായിരുന്നുവെങ്കിലും ആടുജീവിതത്തിലെ നജീബിനെ ആയിരുന്നു നെറുക്ക് വീണത്. കാതലിലെ മാത്യു ദേവസി എന്ന് പറഞ്ഞ കഥാപാത്രവും കണ്ണൂർ സ്ക്വാഡിലെ ASI ജോർജ് മാർട്ടിനും നല്ല മനോഹരമായ പ്രകടനമായിരുന്നു. പക്ഷേ നജീബിനാണ് അല്ലെങ്കിൽ പൃഥ്വിരാജിനാണ് ആ ഭാഗ്യം കിട്ടിയത്. 2022 നൻപകൽ നേരത്ത് മയക്കുമെന്ന ചിത്രത്തിലെ ജെയിംസ് സുന്ദരം 2 പേരുമായി മമ്മൂട്ടി മികച്ച നടനായി. ആ 2 വേഷവും ഒന്നിനൊന്നും മിച്ചമായിട്ടല്ലേ ചെയ്തത്. ഇത്തവണ കൊടുമൺ പോറ്റിയുടെ ആ വഷളം ചിരിയിൽ ജൂറി വീഴുമോ അല്ലെങ്കിൽ പ്രകാശരാജെങ്കിലും വീഴുമോ എന്ന് നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം. കിഷ്കിന്താകാണ്ഡത്തിലെ വിമുക്ത ഭടൻ അപ്പുപിള്ളയായ വിജയരാഘവനും മകൻ അജയ് ചന്ദ്രനായ ആസിഫ് അലിയും മത്സരത്തിൽ വെല്ലുവിളിയായി ഉണ്ടാകും. രേഖാചിത്രത്തിലെ CI വിനോദ് ഗോപിനാഥ് എന്നുള്ള ക്യാരക്ടർ ചെയ്ത ആസിഫ് നല്ല പ്രകടനമാണ് രേഖാചിത്രത്തിലും കാഴ്ചവെച്ചത്. ആവേശത്തിലെ രംഗണ്ണനായി എനിക്കിപ്പോഴും ആവേശത്തിലെ രംഗണ്ണനെ പറ്റി ആലോചിച്ചാൽ എനിക്കറിയാതെ ചിരി വരും. അസാധാരണ പ്രകടനം നടത്തിയ ഫഹദ് ഫാസിൽ, ARM എന്ന ചിത്രത്തിലെ 3 വേഷങ്ങൾ ചെയ്ത ടൊവിനോ തോമസും കൊടുമൺ പോറ്റിക്ക് ഒപ്പം മത്സരിക്കാനുണ്ട്. അപ്പം മമ്മൂട്ടി ആരോടൊക്കെയാണ് മത്സരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. കൊച്ചു പയ്യന്മാരെ കൂടെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നടിമാരിൽ ഓൾ മാജിൻ ആസ് ലൈറ്റിലെ കനി കുസൃതി അവതരിപ്പിച്ച പ്രഭ, രേഖാചിത്രത്തിലെ രേഖാപത്രോസായ അനശ്വര രാജൻ, ARM എന്ന് പറഞ്ഞ സിനിമയിലെ മാണിക്യത്തെ അവതരിപ്പിച്ച സുരഭി ലക്ഷ്മി, ബൈഗൻവില്ലയിലെ റീത്തുവായ എസ്തർ, ഇമ്മാനുവലായ ജ്യോതിലക്ഷ്മി, ഫെമിനിച്ചി ഫാത്തിമയായ ഷംല ഹംസ മുതലായവർ നടിക്കുള്ള മത്സരത്തിൽ നല്ല മത്സരം പരസ്പരം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. പണമാരി പടങ്ങളായ മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ആവേശം മുതലായ സിനിമകളും മത്സരത്തിനായി ഉണ്ട്. 128 സിനിമകളിൽ 59 സിനിമകൾ സംവിധാനം ചെയ്തത് നവാഗതരാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, WCCയുമായിട്ട് എന്താണ് താങ്കൾക്ക് ഇത്രയും ദേഷ്യമെന്ന്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. ആകെയുള്ളത് അവരുടെ ചില വങ്കത്തരങ്ങളും അവരുടെ ചില പിടിവാശികളും ചിലരെ ഒതുക്കണം എന്നുള്ള അദമ്യമായ മോഹവും മുഖ്യമന്ത്രിയെ വരെ വീഴ്ത്തുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് എനിക്കവരെ ഇഷ്ടമല്ലാത്തത്. സത്യമായിട്ട് ഞാൻ പറയാം, WCCയോട് ഒരു പകയും എനിക്കില്ല. അവരുടെ ഒരു നേതാവായ സജിത മഠത്തിൽ ചലച്ചിത്ര അക്കാദമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സ്റ്റാഫായിട്ട്. അന്ന് സജിതയ്ക്ക് സിനിമാ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു വിഷമം വന്നപ്പോൾ സജിതയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ആളായിരുന്നു ഞാൻ. അന്ന് അധികം പേരുമായിട്ടൊന്നും സജിതയ്ക്ക് ഇന്നത്തെ പോലെ ആൾബലമൊന്നുമില്ല. ആ കാലത്ത് പാവം കണ്ണ് നിറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പിന്തുണ കൊടുത്ത ആളാണ്. അന്ന് സജിത ബുദ്ധിജീവിയാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മറ്റൊരു ബുദ്ധിജീവിയായ ജോയി മാത്യുവിൻ്റെ ഷട്ടറിൽ അഭിനയിച്ചിട്ടുമില്ല ആ കാലത്ത്. ഞാൻ ഷട്ടർ എന്ന് പറഞ്ഞോളം വേറെ ചുമ്മാ പറയുകയല്ല, 6-7 പ്രാവശ്യം ഞാൻ കണ്ടു. എനിക്ക് സജിതയെ കാണാൻ വേണ്ടി മാത്രം. എന്ത് രസമായിട്ടാണ് സജിത അതിൽ ആ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് അഭിനയിച്ചത്. പിന്നെയല്ലേ സജിതയാകെ മാറിയത്. ഫെമിനിച്ചിയും ബുദ്ധിജീവിയും അഭിനയവും മാന്യന്മാരെ ഊളെന്ന് വിളിക്കുന്ന തലയിൽ കണ്ണട വയ്ക്കുന്ന സംഘടനയുടെ തലയിൽ സദാ കണ്ണട വയ്ക്കുന്ന നേതാവും ഒക്കെ ആയത് പിന്നെയാണ് സജിത മഠത്തിൽ. പിന്നെ സജിതയെ കാണുമ്പോൾ നമ്മൾ മാറി കിടക്കും. ഞാൻ സജിതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല. നേരിൽ കണ്ടാൽ പരിചയം കാണിക്കാറുമില്ല. ഞാൻ എന്നെയും കണ്ടാൽ പരിചയം കാണിക്കാറില്ല. ഒരു പ്രസ്ഥാനമായില്ലേ അവർ. വെള്ളി വെളിച്ചവും വെയിൽ നാളങ്ങളും എന്ന സജിതയുടെ പുസ്തകം വാങ്ങി ഞാൻ വീട്ടിൽ വച്ചിട്ടുണ്ട്. ഇതുവരെ വായിക്കാൻ കഴിഞ്ഞില്ല, വായിക്കും. ഞാൻ നടിയെ പീഡിപ്പിച്ചു, അതിൻ്റെ ചിത്രീകരിച്ച ഒറിജിനൽ സിം എൻ്റെ കയ്യിലുണ്ട്, മറ്റു പലരെയും ഇതേപോലെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒളി ക്യാമറ എന്ന പേരിൽ തുറന്നു വെച്ച ക്യാമറയിൽ പറഞ്ഞു ഒരു ദിവസം മുഴുവൻ മൊട്ടാരനും സംഘവും ആഘോഷമാക്കുകയും മറ്റൊരു പത്രവും അത് ഏറ്റെടുക്കാതെ ചാവിള്ളയായിപ്പോയ കഥ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഒരു പത്രവും അത് ഏറ്റെടുത്തില്ല. ഏറ്റെടുക്കുമെന്നാണ് ഇവർ വിചാരിച്ചത്. അത് അരുണിൻ്റെ മാത്രം ബുദ്ധിയിൽ ഉദിച്ചതായതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ചത്തുപോയി. ഈ തലയിൽ കണ്ണട വെച്ച സംഘടന
അതിനെതിരെ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഒറിജിനൽ സിം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിണ്ടിയോ? മിണ്ടില്ല. പലരെയും പീഡിപ്പിച്ചു, ഞാനതൊക്കെ ചിത്രീകരിച്ചു, ഒറിജിനൽ മെമ്മറി കാർഡ് എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് അകത്തിട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞോ ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയിലെ ഒരാളെങ്കിലും പറഞ്ഞോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പറയില്ല. സഹിതാ മഠത്തിലെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പറയില്ല. കാരണം ഈ പറഞ്ഞവൻ തലയിൽ കണ്ണട വയ്ക്കുന്ന ചേച്ചിമാരുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് പറയില്ല. പകരം അവർ പറഞ്ഞതാണ് രസം. ദിലീപിനെ ശിക്ഷിച്ചില്ലെങ്കിലും വേണ്ടില്ല, ജാമ്യം ക്യാൻസൽ ചെയ്യണ്ടേ നീതിപീഠമേ എന്നായിരുന്നു ഇവരുടെ ഒരു സ്റ്റൈല്. ദിലീപിനെ നിങ്ങൾ ശിക്ഷിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ശിക്ഷിക്കാൻ ഔദാര്യം കൊണ്ട് പറയല്ല, ശിക്ഷിക്കാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ ഈ ജാമ്യം നിഷേധിച്ച് ഒന്നുകൂടി പിടിച്ച് അകത്ത് ഇട്ടുകൂടായിരുന്നോ, ഞങ്ങളുടെയൊക്കെ നെഞ്ചിലെ കല്ലിറങ്ങുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് എനിക്ക് ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയോട് പുച്ഛമുള്ളത്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയേണ്ടി വന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വമ്പൻ വിജയമായി മാറിയ ഒരു ചിത്രമാണല്ലോ ലോക. ഈ വർഷത്തെ ജഡ്ജി അമാനും ഞാനും കൂടിയാണ് കേസിന് വിധി പറഞ്ഞതെന്ന് പണ്ടൊരു ഡഫേദാർ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ തലയിൽ കണ്ണട വെച്ച സംഘടനയുടെ ഒരു നേതാവ് പരസ്യമായി പറയുകയാണ്, അവരും അവരുടെ സംഘത്തിൻ്റെയും പരിശ്രമം കൊണ്ടാണ് ഈ സ്ത്രീപക്ഷ കേന്ദ്രീകൃത സിനിമ വൻ വിജയമായത് എന്നാണ് പറഞ്ഞത്. WCC വിചാരിച്ചാണ് ഉത്തരം താങ്ങുന്നത്, ഗൗളി വിചാരിക്കും ഉത്തരം ഞാനാണ് താങ്ങുന്നതെന്ന് പറഞ്ഞ പോലെ WCC എന്ന് പറഞ്ഞ സംഘടന ഉള്ളതുകൊണ്ടാണ് ലോക എന്ന് പറഞ്ഞ സിനിമ ഈ 280 കോടി വാരിയതെന്ന് പറയുന്ന വങ്കത്തനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ലോക പോലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയത് തലയിൽ കണ്ണട വെച്ചവരുടെ സംഘടന വന്നതിന് ശേഷമാണത്രേ. അതിന് മുമ്പൊന്നും ഇത് ഇങ്ങനത്തെ പ്രേതപടമൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് പേരെ കണ്ട് ഈ കഥ പറഞ്ഞിട്ടും ആരും കൈ കൊടുക്കാത്ത ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം 30 കോടി മുടക്കാൻ തയ്യാറാകാൻ ആണൊരുത്തൻ ധൈര്യം കാണിച്ചതിലാണ് ലോക ഉണ്ടായതെന്ന സത്യമോ? ഇവിടെ ഒരുപാട് പ്രേതങ്ങൾ ഗതി കിട്ടാതെ അലയുന്ന സിനിമകൾ വരികയും ചിലത് വമ്പൻ വിജയമാവുകയും ചിലത് നിലനിൽക്കാതെ പോയതും അറിയാമായിരുന്നിട്ടും ഇത്തരം ഒരു സിനിമയ്ക്ക് ഇറങ്ങിത്തിരിച്ച സംവിധായകനോ ഒരു ക്രെഡിറ്റും കൊടുക്കാതെ ഇതൊക്കെ എടുത്ത് കാണിക്കാൻ സ്പേസ് കൊടുത്തത് തലയിൽ കണ്ണട വെച്ച സംഘടനയാണ് എന്നൊരു കന്നഡക്കാരി പറയുമ്പോൾ വെളിവില്ലാതായോ എന്നേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. ഭാഗ്യം അവളുടെ രാവുകളും വൈശാലിയും ഉണ്ടായത് ഈ ഐറ്റംസുകൾ ഉള്ളതിനാലാണെന്ന് പറയാത്തതിന് ദൈവത്തിന് നന്ദി പറയാം എന്നാണ് നിർമ്മാതാവും നടനുമൊക്കെ വിജയ് ബാബു ഈ വാർത്ത കണ്ടപ്പോൾ പ്രതികരിച്ചത്. അവളുടെ രാവുകളും വൈശാലിയൊക്കെ ഈ പറയുന്ന തലയിൽ കണ്ണട വെച്ച അമ്മച്ചിമാരുടെ പിന്തുണ കൊണ്ടാണ് വിജയിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാമെന്നാണ് വിജയ് ബാബു പറയുന്നത്. എന്തൊരു തൊലിക്കെട്ടിയാണ് ഈ തലയിൽ കണ്ണടക്കാർക്കെന്ന് ഇത് കാണുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അഭിനയിച്ച സിനിമകളിലൊന്നും തൻ്റെ മികവ് തെളിയിക്കാനാവാതെ ലോക കഴിഞ്ഞാൽ അഭിനയം നിർത്താമെന്ന് ചിന്തിച്ചുറപ്പിച്ച പാവം പെൺകുട്ടിയായിരുന്നു കല്യാണി തന്നെ തുറന്നു പറഞ്ഞു, എൻ്റെ പടങ്ങളൊന്നും ഒരു നടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടും തോന്നില്ല, അതുകൊണ്ട് ഞാനിത് മതിയാക്കാം, ഇനി എന്ത് എന്ന് ഞാൻ ആലോചിച്ച സമയമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ലോകയോടുകൂടി എന്താ പറയുക, കല്യാണിയുടെ ജാതകം മാറി എന്ന് പറയാം. അവിടെയാണ് വെളിവില്ലാതെ പിച്ചും പേയും പറയുന്നത് പോലെ സ്പേസിൻ്റെ കഥയും പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറ. അടുത്ത കഥ, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണ് ഈ ഓന്ത് എന്ന് പറഞ്ഞാൽ, ഇവിടെ തിരുവനന്തപുരത്ത് ഓന്തെന്ന് പറയുന്നത്, ഇനി കാസർഗോഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഓന്ത് നിറം മാറുന്ന പ്രതലത്തിനനുസരിച്ച് നിറം മാറുമല്ലോ. പക്ഷേ നമ്മൾ ചില മനുഷ്യരുടെ സ്വഭാവം കാണുമ്പോൾ ഓന്തിനെ പോലെ നിറം മാറുന്നവൻ എന്ന് പറയും. ഓന്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, മനുഷ്യരങ്ങനെ സ്വയരക്ഷയ്ക്കല്ലല്ലോ ചെയ്യുന്നത്. പാവം തൻ്റെ ജീവന് ഭീഷണി വരുമ്പോഴാണ് ആ സാധുജീവി ഓരോ പ്രതലത്തിനനുസരിച്ച് നിറം മാറി രക്ഷപ്പെടുന്നത്. എന്നാൽ ഒരിക്കലും മനുഷ്യനിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ സ്വഭാവം മാറുന്നില്ല. പ്രത്യേകിച്ച് മനുഷ്യൻ അങ്ങനെ നിറം മാറാത്ത ഒരുത്തനാണ്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് സ്വന്തം കാര്യം കാണാനോ സ്വന്തം കീഴ്ച വീർപ്പിക്കാനോ ആണ്. അതാണ് മനുഷ്യരും ഓന്തുകളും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന്, തനിക്കെന്തെങ്കിലും അപ്പകഷ്ണം കിട്ടുമോ എന്ന സ്വാർത്ഥ ചിന്തയിൽ മരം ചാടി നടക്കുന്ന കുരങ്ങനെ പോലെ രാഷ്ട്രീയ കുപ്പായം അപ്പപ്പോ മാറി മാറി അണിയുന്ന അവസരവാദികളായ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഇല്ലേ? മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. ഉദാഹരണത്തിന്, നമ്മുടെ
പൂഞ്ഞാറിലെ ഒരു തമ്പുരാനുണ്ടായിരുന്നല്ലോ PC ജോർജ്, എത്ര തവണ ഏതെല്ലാം പാർട്ടി മാറിയെന്ന് ഒറ്റ ശ്വാസത്തിൽ PC ജോർജിന് പറയാൻ കഴിയുമോ? പെട്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും ഓർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. അതുപോലെ ഇവിടുന്ന് കേരളം വിട്ടുപോയ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ, ആരിഫ് അണ്ണൻ, എത്ര പാർട്ടി അദ്ദേഹം മാറിയെന്ന് അദ്ദേഹത്തിനെങ്കിലും പറയാമോ? അപ്പോൾ അവസാനം ഗവർണറാവാൻ വേണ്ടി ഒരു ദേശീയ ഭരണം നടത്തുന്ന പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് വരെ ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര പാർട്ടി മാറി അയാൾക്കറിയില്ല. ഓന്തിനെ പോലെ നിറം മാറുന്ന മനുഷ്യരാണ് അവരൊക്കെ. സിനിമയിലും ഇത്തരം ഐറ്റംസുകൾ ഉണ്ട്. എന്തെങ്കിലും നക്കുന്നുണക്കുമായി ഓന്തിനേക്കാൾ ശരവേഗത്തിൽ നിറം മാറുന്നവർ. അതിൽ ഏറ്റവും പുതിയ പേരുകാരനാണ് എനിക്ക് നല്ല പരിചിതനായ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളും സംസാരിച്ചു, ചേർത്തല ജയൻ എന്ന അമ്മയുടെ നേതാവ്. അദ്ദേഹം LDF തന്നെ ഏതൊക്കെയോ പാർട്ടികളിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. എവിടെയൊക്കെയോ ഫംഗ്ഷനിൽ LDFിലെ ഓരോ ഘടകകക്ഷികളുടെ നേതാവായിട്ട് ഇദ്ദേഹം പ്രസംഗിക്കാനും സമരമുഖത്തുമൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ഓരോരുത്തരുടെ കഴിവും സ്വഭാവവും തൊലിക്കെട്ടിയുമാണ് അത് നമ്മൾ വിമർശിക്കാൻ പാടില്ല. അയാളുടെ സ്വാതന്ത്ര്യമാണ്. എവിടെ പോയാലും ഒരു ചലനവും ഉണ്ടാക്കാത്ത ആൾ ഏത് പാർട്ടിയിൽ പോയാൽ ആർക്കാണ് ഛേദം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ജയൻ ചേർത്തല ഏത് പാർട്ടി പോയാലും ആർക്കും ഒന്നും സംഭവിക്കില്ല, പോകുന്ന പാർട്ടിക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മരഞ്ചാടി നടക്കുന്ന സിനിമാക്കാരൻ മാത്രമല്ല, അമ്മ എന്ന നടീനന്മാരുടെ സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം വൈസ് പ്രസിഡൻ്റാണല്ലോ അമ്മയുടെ. അപ്പോൾ സിനിമാ സംബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൂടി ഉത്തരവാദിത്വം ജയൻ ചേർത്തല കാണിക്കണം. ഇല്ലേൽ അമ്മയുടെ തലപ്പത്തുള്ളവർ ചേർത്തല ജയനെ ഉപദേശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ജയന് അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലോ അതിമോഹമാണെങ്കിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ഒരു സ്ഥാനം ലഭിക്കുമെങ്കിൽ സന്തോഷപൂർവ്വം വാങ്ങിച്ചോ ജയ. ഇനി അതുമല്ല, ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യമുള്ളൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് വെച്ചോ. എന്നാലും ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ വല്ല ബോർഡിലോ കോർപ്പറേഷനിലോ വല്ലതും തടയുമെങ്കിൽ അത് നടക്കട്ടെ എന്നേ ഞാൻ പറയൂ. ജയൻ അതിന് അർഹനാണ്, വാങ്ങിക്കോട്ടെ. അതിനായി അമ്മയുടെ നായരായി എന്നല്ല, മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാലിന് ഒരു വലിയ ദേശീയ പുരസ്കാരം ലഭിച്ചതിനാൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു സ്വീകരണം നൽകുമ്പോൾ ആക്കരുത്. കാരണം നിങ്ങൾ ആക്കുന്നത് മോഹൻലാലിനെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മോഹൻലാൽ എന്ന മനുഷ്യനെയാണ് കരി പുരട്ടുന്നത് എന്നുള്ള ബോധം ചേർത്തല ജയന് വേണമായിരുന്നു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ സ്വീകരണത്തിന് മലയാളം വാനോളം ലാൽ സലാം എന്ന് പേരിട്ടതിന് പിന്നിൽ അതിബുദ്ധി ആണ് എന്നാണ് ചേർത്തല ജയൻ്റെ കണ്ടുപിടുത്തം. പാർട്ടി തത്വങ്ങളുമായി ചേർത്ത് കൊണ്ടുപോകാമെന്ന അതിബുദ്ധിയാണത്രേ ലാൽ സലാം എന്ന പേര്. 2014 BJP കേന്ദ്രത്തിൽ വന്നതോടെയാണ് രാജ്യത്ത് സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നതെന്നും ബുദ്ധിജീവി വർത്തമാനത്തിൽ ജയൻ കണ്ടെത്തുന്നു. മാത്രമല്ല, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ പരിപാടി നടത്തിയാലും ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണ് എന്നുള്ള കള്ളമാണ് ജയൻ ചേർത്തല പറയുന്നത്. മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിൻ്റെ ചരിത്രം വളച്ചൊടിച്ചു കളഞ്ഞു ആ ചിത്രം എന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് കൂവുന്നു കോൺഗ്രസ് ചെന്നപ്പോൾ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ എവിടെയെങ്കിലും മത്സരിച്ച് ചെയർമാനോ വല്ലതും ആകാമെന്നൊക്കെ മനസ്സിൽ സ്വപ്നം കാണും. ഇല്ലെങ്കിൽ ചേർത്തലയിൽ ഞാൻ മത്സരിച്ചാലോ കോൺഗ്രസിൻ്റെ കൈപ്പത്തിക്കെന്ന് ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹം കാണും. അവിടെ സ്ഥാനാർത്ഥി ബാഹുല്യമുള്ളതുകൊണ്ട് പുറനിരയിലേക്കെന്ന് അവർ പറയും, അത് വേറെ കാര്യം. എങ്കിലും അവിടെ ഇങ്ങനെ മൈക്ക് കിട്ടുമ്പോൾ ഇത്തരം പൊട്ടത്തരങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് ജയനോട് പറയാനുള്ളത്. മോഹൻലാലിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ ലാൽ സലാം എന്ന പേര് കണ്ടുപിടിച്ച ബുദ്ധിയെ അഭിനന്ദിക്കാനാണ് എനിക്കിഷ്ടം. സത്യത്തിൽ ഞാൻ ആലോചിച്ചു, ഇത് ആരുടെ ബുദ്ധി ഇങ്ങനെ ലാൽ സലാം എന്ന് മോഹൻലാലിന് സ്വീകരണം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന് പേരിടാനുള്ള ബുദ്ധി കേന്ദ്രമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു. പലയിടത്തും ചാടുന്നതിനിടയിൽ CPIയിലും ഭാഗ്യം പരീക്ഷിച്ചതായാണ് ജയനെപ്പറ്റി എൻ്റെ ഓർമ്മ. ഗണേശ മന്ത്രിയാണ് ജയ. ലംബോ ബ്രഹ്മൻ അക്കാദമിയുടെ ചെയർമാനുമാണ്. മധുപാല് സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാനാണ്. കെ മധു KSFDCയുടെ ചെയർമാനാണ്. ഇടതുപക്ഷത്തേക്ക് നടീനടന്മാർ വരുന്നതിന് ജയന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇവരൊക്കെ സിനിമാ നടന്മാരായിരുന്നല്ലോ. അവർ ഈ സിനിമാ നടനായ മധുപാലും
സിനിമാ നടനായിരുന്ന ലംബ പ്രവീണൊക്കെ ഓരോ പോസ്റ്റിൽ വന്നതിന് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഡൽഹിയിലിരുന്ന് ചരട് വലിക്കുന്ന ഗ്രൂപ്പ് കളിക്കുന്ന നേതാവാണല്ലോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിപ്പിക്കുന്ന നേതാവാണല്ലോ ഇപ്പോൾ KC വേണുഗോപാൽ. കരുണാകരൻ പോവുകയും AK ആൻ്റണി സ്വയം പെൻഷനാകുകയും ചെയ്തപ്പോൾ ഒരു KCക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഇടമുള്ളൂ. അത് അദ്ദേഹം മറ്റ് പാർട്ടിക്കാരെക്കാൾ സ്വന്തം പാർട്ടിക്കാരെ റെഡിയാക്കാൻ നന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. മറ്റു പാർട്ടിക്കാരെ തീർക്കാനല്ല, സ്വന്തം പാർട്ടിക്കാരിലെ ഗ്രൂപ്പിസം കളിച്ച് ആരെയൊക്കെ തീർക്കാമോ അതൊക്കെ തീർക്കുന്നു. പറഞ്ഞു സത്യം പറഞ്ഞ് നമ്മുടെ ചാനലിൽ പറയാൻ പാടില്ലെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ്. കാരണം KC വേണുഗോപാൽ പറയുന്നത് ജയൻ ചേർത്തല പറയുന്ന പോലെയാണ് പറയുന്നത്. മോഹൻലാലിന് ആദരം നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കേരളത്തിൽ ആദ്യമായി ഒരു നടൻ, ഒരു അഭിനേതാവ് വാങ്ങിക്കൊണ്ടിരുമ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വീകരണം കൊടുക്കേണ്ടതെന്ന് KC വേണുഗോപാൽ പറയണമായിരുന്നു. മോഹൻലാലിൻ്റെ ചടങ്ങായതുകൊണ്ട് വിവാദമാക്കാൻ വേണുഗോപാൽ ആഗ്രഹിക്കുന്നില്ല അത്രേ എന്നാണ് പറയുന്നത്. സർക്കാർ ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും മോഹൻലാലിന്റെ ചടങ്ങായതുകൊണ്ട് ഞങ്ങളത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോഹൻലാലിനെ കേരളം എല്ലാവരും സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു മഹാനടനാണ്. സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് മോഹൻലാലിനെ സങ്കുചിത താല്പര്യത്തിനുവേണ്ടി ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ കുഴപ്പമാണ്. പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് KC വേണുഗോപാലിനെ കുറിച്ച്. ഞാൻ എന്തായാലും അത് അവിടെ വെച്ച് വിടുന്നു. നിങ്ങളോടൊപ്പം നിന്ന ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ നടനെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ജന്മങ്ങളാണ് KC താങ്കളടക്കമുള്ള നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. നിങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ജഗദീഷും ധർമ്മജം ബോൾഗാട്ടിയും പോലും ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല. നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന ആളിനെ നിങ്ങൾക്ക് അറിയാമല്ലേ, പ്രിയദർശൻ. സാംസ്കാരിക ക്ഷേമനിധി ചെയർമാനായിരുന്ന ആരാ, സുരേഷ് കുമാർ. രണ്ടുപേരും ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, BJPയിലാണ്. നിങ്ങളുടെ കൂടെ ആരും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാവും. അല്ലെങ്കിൽ ജയൻ ചേർത്തല പറയുന്ന പോലെ ഇത്തരം എന്താ പറയുക നിലവാരമില്ലാത്ത വർത്തമാനങ്ങൾ KC വേണുഗോപാലിനെ പോലെ ഒന്നുമില്ലെങ്കിൽ ആലപ്പുഴയിലെ MP അല്ലേ, ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കഥ അതിനേക്കാൾ രസകരമാണ്. 150-200 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് ശമ്പളം വാങ്ങുന്നത്. ആര്? രജനീകാന്ത്. ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് ചോദിക്കുന്ന കോടികൾ തരാം എന്ന ഓഫർ ഒരു എണ്ണ കമ്പനി മുന്നോട്ട് വച്ചിട്ട് അതിൽ വീഴാത്ത സൂപ്പർ താരമാണ്. നമ്മളെ സൂപ്പർ താരങ്ങളൊക്കെ കണ്ടു പഠിക്കുകയാണ്. നമ്മളുടെ ജട്ടി പരസ്യത്തിൽ ഒരു അഭിനയിക്കുമല്ലോ, സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ശ്രീനിവാസൻ കാണിച്ചതുപോലെ എന്തിലും കയറി അഭിനയിക്കുമല്ലോ. എന്നിട്ട് ആ ശ്രീനിവാസനും പോയി അഭിനയിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഒരു എണ്ണ കമ്പനിക്കാർ പറയുകയാണ്, രജനി സാർ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ നിശ്ചയിച്ചോ, ഞങ്ങളത് തരാമെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി അത് അംഗീകരിച്ചില്ല. എനിക്ക് ഉറപ്പില്ലാത്ത ഒരു പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചാൽ എന്നെ വിശ്വസിച്ച് ആ സാധനം വാങ്ങിയിട്ട് വിചാരിച്ച ഗുണനിലവാരം അതിനില്ല എങ്കിൽ എൻ്റെ പ്രേക്ഷകരെ ഞാൻ പറ്റിച്ചതാവും എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം. ഇവിടെ ഏത് ഓച്ചം പറയില്ലേ, ഇവിടെ കാണുന്ന കണ്ടം കൂതറ പരസ്യങ്ങളിൽ എല്ലാം കയറി ബ്രാൻഡ് അംബാസഡർ, മറ്റേ അംബാസഡർ, തേങ്ങ അംബാസഡർ എന്ന് പറഞ്ഞ് പൈസയുടെ ആർത്തി കൊണ്ട് എല്ലാം കയറി അഭിനയിക്കുമ്പോൾ ഒരു രജനീകാന്ത് അല്ലെങ്കിൽ ഒരു കമൽഹാസൻ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റാരുമല്ല സാക്ഷാൽ രജനീകാന്ത്. അദ്ദേഹം അത്തരമൊരു തീരുമാനമെടുത്തത് തമിഴക സിനിമയിലെ പലരെയും കണ്ണു തുറപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അടുത്തിടെ അദ്ദേഹത്തിനോട് ഒരു പത്രക്കാരൻ തിരക്കി, ഇത്രയും സിമ്പിളായി താങ്കൾക്ക് എങ്ങനെ ജീവിക്കാനാകുന്നു എന്നായിരുന്നു ചോദിച്ചത്. അത് ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം അതല്ലേ, അതുകൊണ്ട് ഞാൻ സിമ്പിൾ മാനായി ജീവിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് കള്ളം പറയാം. പക്ഷെ അതിന് മറ്റാരും പറയാത്ത ഉത്തരമായിരുന്നു രജനി സാർ പറഞ്ഞത്. ഞാൻ സിമ്പിളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു തന്നത് എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. ഞാൻ ഹൈ ലക്ഷറിയിലാണ് ജീവിക്കുന്നത്. മുന്തിയ ഹോട്ടലുകളിൽ, 7 സ്റ്റാർ ഹോട്ടലുകളിലാണ് എൻ്റെ കിടപ്പും ഭക്ഷണവും. ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ട്രീറ്റ്മെൻറ്റിന് സിംഗപ്പൂരൊക്കെ പോയത് അവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രി ചെന്നാണ് ട്രീറ്റ് ചെയ്തത്. വിമാനത്തിലാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ കുറഞ്ഞ് ഞാൻ യാത്ര ചെയ്യാറില്ല. എൻ്റെ ജീവിതം മുഴുവൻ
ഹൈ ക്ലാസ്സാണ്. പക്ഷേ നിങ്ങളൊക്കെ കരുതുന്നതാണ് ഞാൻ സിമ്പിളായി ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ആ ചോദ്യകർത്താവിനെ ശ്വാസം മുട്ടിച്ചളഞ്ഞു. അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ടാകണം സൂപ്പർ താരത്തിനും അപ്പുറം വിളിക്കാവുന്ന തലത്തിൽ വർഷങ്ങളായി തിളങ്ങുന്ന രജനീകാന്ത് അങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിനോടൊപ്പം ഒരു ചിത്രം സാക്ഷിയായിട്ട് ഞാനതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. രാഘവേന്ദ്ര സ്വാമിയുടെ ശിഷ്യനായ രജനീകാന്ത് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഹിമാലയൻ മലയിടുക്കുകളിൽ എത്തുകയും അവിടുത്തെ അനാർഭാടമായ ആശ്രമങ്ങളിലും ഗുഹകളിലുമൊക്കെ ദിവസങ്ങളോളം തൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ആളാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, യൂട്യൂബിലൊക്കെ ഒരുപാട് വിവാദം ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്ന ബ്രഹ്മ എന്ന് ഞാൻ വിളിക്കുന്നത്. ആ സന്യാസി തുല്യനായ ബ്രഹ്മ എന്നോട് പറഞ്ഞത് അദ്ദേഹം ഹിമാലയത്തിൽ പോകാറുണ്ട്. ഒരു നാൾ ഹിമാലയത്തിൽ അദ്ദേഹം പതിവായി പോകുന്ന ഒരു ആശ്രമ തുല്യമായ ഒരു പർണകുടീരത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു കറുത്ത് മെലിഞ്ഞ ഒരു സാധാരണക്കാരൻ അകത്തേക്ക് കയറി പോകുന്നു, പുറത്തേക്ക് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. പെട്ടെന്ന് ഈ ബ്രഹ്മയ്ക്ക് തോന്നി എവിടെയോ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരാളിനോട് ചോദിച്ചു, ഇതാരാ എന്ന് ചോദിച്ചു. താങ്കൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല സർ, അല്ല സ്വാമി, അതാണ് രജനീകാന്ത് എന്നോട് ബ്രഹ്മ പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. നമ്മൾ സിനിമയിൽ കാണുന്ന രജനീകാന്ത് ഹിമാലയ സാനുക്കളിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനായി നടക്കുന്നു. ഇത്തവണയും അത്തരം ഒരു യാത്രയിൽ വഴിയോര ഭക്ഷണം കഴിക്കുന്ന ഈ മനുഷ്യൻ അതിൽ നോക്കി ആഹാരം കഴിക്കുകയാണ്, നിന്നുകൊണ്ട് വഴിയോരത്ത് നിന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. 150-200 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കുന്ന മനുഷ്യനാണെന്ന് ആരെങ്കിലും പറയുമോ ഇവിടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ നമ്മളിവിടുത്തെ ഊളന്മാർ 2 സിനിമയിൽ അഭിനയിച്ചാൽ എന്തൊക്കെ കാണിക്കണേ? ആദ്യം മുടി വെട്ടൂല, തലയുടെ പുറകിലൊരു കുടുംബ കെട്ടി വയ്ക്കും, താടി അങ്ങോട്ട് വളർത്തും, പിന്നെ ആനയ്ക്ക് വയ്ക്കാവുന്ന ഫ്രെയിമുള്ള ഒരു കണ്ണട വാങ്ങിച്ചങ്ങ് ഫിറ്റ് ചെയ്യും, എന്നിട്ട് അതിനൊരു 5-6 അലവലാദികളെ പുറകെ നടത്തും, ബോഡി ഗാർഡ്. എന്നിട്ട് നടക്കണമെങ്കിൽ ആര് വിളിച്ചാലും ചേട്ടാ, അച്ഛാ, ചിറ്റപ്പ എന്ന് വിളിച്ചാലും തിരിഞ്ഞു നോക്കില്ല, മസിൽ പിടിച്ച് നടക്കും. സൗകര്യം കിട്ടുമെങ്കിൽ അങ്ങനെ വിളിച്ചവൻ അടിയും കൊടുക്കും. അവിടെയാണ് രജനീകാന്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മഹത്വം. കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ടി വിയിൽ വരുന്ന ഹാസ്യ പരിപാടികളിൽ അതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ പറയും അത് ഉല്ലാസ് പന്തളമാണെന്ന്. ഉല്ലാസിൻ്റെ ചില നോട്ടങ്ങളും മറുപടികളും നിൽപ്പും നടപ്പുമൊക്കെ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കും. പെണ്ണിൻ്റെ ശബ്ദത്തിൽ, അയാളുടെ ഒരു കൂട്ടുകാരൻ, അയൽവക്കക്കാരൻ പെണ്ണിൻ്റെ ശബ്ദത്തിൽ ഫോണിൽ കൂടെ വിളിച്ച് പറ്റിക്കുന്നതിൽ പെട്ടുപോകുന്ന ഒരു കഥാപാത്രം, ഭാര്യയുള്ള ആ കഥാപാത്രം ഉല്ലാസ് ചെയ്ത സ്കിറ്റ് എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനാവില്ല. ഇനി കണ്ടാലും ഞാൻ ചിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താടാ എന്നൊക്കെ ചോദിച്ച് സ്ത്രൈയുടെ ഭാവത്തിൽ ആ പെണ്ണിൻ്റെ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ ഇയാൾ വികാരം കൊണ്ട് സംസാരിക്കുന്ന, ഭാര്യ അറിയാതെ ഭാര്യ അകത്തുനിന്ന് വരുമോ എന്നൊക്കെ നോക്കിയിട്ടേ എന്ത് രസമായിട്ട് അയാൾ ചെയ്തെന്നറിയോ. അതുപോലെ തന്നെ മദ്യപിച്ച് വരുന്ന ചില കഥാപാത്രങ്ങൾ എന്ത് മനോഹരമായി, മരണ വീട്ടിലൊക്കെ വരുന്ന ചില സ്കിറ്റുകൾ കണ്ടാൽ നമ്മൾ തലതല്ലി ചിരിച്ചു പോകും. ഉല്ലാസിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ മുന്നിലേക്ക് 2-3 ചിത്രങ്ങൾ വന്ന് വീണപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. വല്ല AI മറുമായമായിരിക്കുമെന്നാണ് സത്യമായിട്ട് ഞാൻ ആദ്യം കരുതിയത്. പിന്നീടാണ് അറിയുന്നത് ഗുരുതരമായ സ്ട്രോക്ക് വന്ന് അതിൽ നിന്നും തിരിച്ചു വരവനായി ഉല്ലാസ് പന്തളം ഇപ്പോൾ ശ്രമിക്കുകയാണ് എന്നാണ്. സമയക്ലിപ്തതയൊന്നും ഇല്ലാതെ ഉറക്കമടിച്ചും റെസ്റ്റ് ഇല്ലാതെയും സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്കോ ക്യാമറയ്ക്ക് മുന്നിലേക്കോ പായുമ്പോൾ സ്വന്തം ആരോഗ്യം അധികം പേരും ശ്രദ്ധിക്കാതെ പോകും. ഉറക്കം പോലും കൃത്യത ഇല്ലാതെയാകും. കൂട്ടത്തിൽ അല്പം ലഹരിയും പുകവലിയും കൂടി ഉണ്ടെങ്കിൽ ശരീരത്തിന് താങ്ങാൻ പറ്റാതാവും. ഉല്ലാസിനും സംഭവിച്ചത് അതാകുമോ എന്നാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. പിന്നെ അയാളുടെ ഭാര്യ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു. പുറമേക്ക് എത്ര ചിരിച്ച് കളിച്ച് നിന്നാലും താലി കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണ് എന്തായാലും സന്തോഷപൂർവ്വം ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം. ആ കുറ്റബോധവും ചിലപ്പോൾ ഉല്ലാസിനെ വേട്ടയാടിയിരിക്കാം. ഇതൊക്കെ ആവണം BP കൂടാനും സ്ട്രോക്ക് വരാനും ഒക്കെ കാരണം. തനിയെ നടക്കാനാവാതെ, വ്യക്തമായി സംസാരിക്കാനാകാതെ, മുഖത്തിൻ്റെ ഒരു വശം കോടി ഊന്നുവടിയുടെ സഹായത്തോടെ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരാളെ കാണുമ്പോഴുള്ള അസ്വസ്ഥത
ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു. ആത്മവിശ്വാസം കൈവിടാതെ നല്ല ഡോക്ടർമാരെ കണ്ട് കൃത്യതയോടെ മരുന്ന് കഴിച്ച് തിരിച്ചു വരവിനായി ഉല്ലാസ് പന്തളം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉല്ലാസിനെ പോലുള്ളവർ നമുക്കൊരു അസറ്റാണ്. പഴയകാല ഹിറ്റ് സിനിമകൾ ആധുനിക ദൃശ്യശ്രവ്യ സഹായത്തോടെ തിയേറ്ററിൽ എത്തിക്കുന്ന രീതി ഇന്ത്യയിലിപ്പോൾ സാർവത്രികമാവുകയാണ്. ഡിജിറ്റൽ ആയതുകൊണ്ട് ഫിലിമിൽ പ്രിൻ്റൊന്നും അടിക്കണ്ടല്ലോ. ഒരു പ്രിൻ്റ് അടിക്കണമെങ്കിൽ 10-60,000 രൂപ ചിലവുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ തന്നെ സ്ഫടികവും ശരപഞ്ചരവും ഒരു വടക്കം വീരഗാഥയും ചോട്ടാ മുംബൈയും ഒക്കെ റീമാസ്റ്ററിങ്ങിലൂടെ പുതിയ തലമുറയെ വശീകരിക്കുന്നതായി തിയേറ്ററിൽ വന്നപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയല്ലേ സ്വീകരിച്ചത്. മമ്മൂട്ടി നായകനായ സാമ്രാജ്യം വരാൻ പോകുന്നു. അരമ നിർമ്മിച്ച ഷാജി കൈലാസിൻ്റെ കമ്മീഷണർ വരാൻ പോകുന്നു. VBK മേനോൻ പ്രശസ്തനായ മമ്മൂട്ടിയെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച VBK മേനോൻ നിർമ്മിച്ച ആര്യൻ ദേവാസുരം ഈ 2 ചിത്രങ്ങളും റീമാസ്റ്റർ ചെയ്ത് വരാൻ പോകുന്നു. IV ശശിയുടെ മീൻ, ജയനും മധുസാറും അഭിനയിച്ച മീൻ വരാൻ പോകുന്നു. ബാധിതനായി അതിൽ നിന്നും മോചിതനായ മണിയമ്പിള്ള രാജുവിന് 1.5 കോടി രൂപയിലധികമാണത്രേ ഈ ചോട്ടാ മുംബൈ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലെത്തിയപ്പോൾ ലഭിച്ചത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മണിയൻ ചേട്ടൻ ഇപ്പോൾ പൈസയുടെ ആവശ്യമുള്ള സമയമല്ലേ. ചോട്ടാ മുംബൈ റിലീസ് ചെയ്തപ്പോൾ 1.5 കോടിയിലധികം രൂപ അദ്ദേഹത്തിന് കിട്ടി എന്ന് പറയുന്നു. ഡോൾബി ശബ്ദത്തിലോ ഡോൾബിയിലോ അല്ലെങ്കിൽ ഡിജിറ്റലിലോ 4Kയിലോ ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഒരുപാട് സിനിമകൾ റീമാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് തച്ചോളി അമ്പ് പോലെ പടയോട്ടം പോലുള്ള സിനിമകൾ പുത്തൻ സാങ്കേതിക വിദ്യയിൽ വന്നാൽ വിജയമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലവാക്കുന്ന പൈസ ഗോവിന്ദയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കുറേ നല്ല സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് പല കോണിൽ നിന്ന് അറിയുന്നു. അടുത്ത് പറയുന്നത് വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. മുൻധാരണയോടെ ഒരാളെയും വിലയിരുത്തരുത് എന്ന് അനുഭവസ്ഥർ പറയാറുണ്ട്. പലപ്പോഴും മുൻധാരണകൾ നമ്മുടെ കണക്കുകൾ അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കും. അത്തരം ഒരു കഥ എന്നോടൊരാൾ പറഞ്ഞു. കേട്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് നമ്മളൊക്കെ എത്ര ചെറിയ ആളുകളെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതിശയം തോന്നി ആ കഥ കേട്ടപ്പോൾ. ശിവജി ഗുരുവായൂർ, നമുക്കൊരു നടനുണ്ടല്ലോ, നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയ ശിവജി ഗുരുവായൂർ. ആ പേര് കേൾക്കുമ്പോൾ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു നാടക നടൻ ചില കഥാപാത്രങ്ങളൊക്കെ നന്നായി അവതരിപ്പിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ പറയൂ. ലാൽ ജോസിൻ്റെ അറബിക്കഥയിലെ രാഷ്ട്രീയ നേതാവായി മനോഹരമായി അഭിനയിച്ച നടനായിരുന്നു ശിവജി ഗുരുവായൂർ. ജീവിതത്തിൽ സ്വപ്നം കൊയ്യാൻ പ്രവാസിയായി വർഷങ്ങളോളം അവിടെ പണിയെടുത്ത് ഉണ്ടാക്കിയതൊക്കെ കൈമോശം വന്നപ്പോൾ ഭാര്യയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങി ഒരു മനുഷ്യൻ്റെ കഥയറിഞ്ഞ ശിവജി ഗുരുവായൂർ ആ 2 മനുഷ്യ ജീവിതങ്ങളെ കൈയിൽ നീട്ടി സ്വീകരിച്ചു എന്നാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആരും അങ്ങനെ അധികം ചെയ്യുന്നതല്ല. ഗൾഫിലോ മറ്റോ ആയിരുന്നിരിക്കാം അദ്ദേഹം. അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് എങ്ങനെയൊക്കെയോ പല വഴിക്ക് പോയി. ആരും ആശ്രയമില്ലാതായ ആ പ്രവാസിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവരനാഥരാണ് എന്നുള്ളപ്പോൾ അല്ല, നിങ്ങൾ സനാഥരാണ് എന്നുള്ള ബോധത്തിൽ ശിവജി ഗുരുവായൂർ കൈയിൽ നീട്ടി സ്വീകരിച്ചു എന്ന് പറയുന്നു. സാധാരണയിൽ സാധാരണക്കാരനായ ശിവജി ഗുരുവായൂർ ഈ വൃദ്ധ ദമ്പതികളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആദ്യം താമസിപ്പിച്ചു. പിന്നെ സ്വന്തം പുരയിടത്തിൽ നിന്ന് 4 സെൻറ്റ് ഭൂമി അവർക്കായി നീക്കിവെച്ചു. ഇപ്പോഴവർ അനാഥരല്ല എന്ന ചിന്ത അവർക്കുണ്ടായി കാണും. അങ്ങനെ അതിനായിരിക്കും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പടത്തിന് 10-20 കോടികൾ, ഒരു ബ്രാൻഡ് അംബാസഡറാകാൻ കോടികൾ, ഒരു 20 സെക്കൻഡ് പരസ്യത്തിൽ അഭിനയിക്കാൻ കോടികൾ, ഒരു ഉദ്ഘാടനത്തിന് പറയുന്ന കോടികൾ, പിന്നെ നിർമ്മാണം, വിതരണം, ഡബ് ചെയ്ത് കൊടുക്കൽ, കാറ് കച്ചവടം, വസ്തു കച്ചവടം, വീട് കച്ചവടം തുടങ്ങി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് പിന്നെയും കോടികൾ വാരിക്കൂട്ടുന്നവർ നമ്മുടെ സിനിമയിലും ഒരുപാട് പേരുണ്ട്. താൻ അഭിനയിക്കുന്ന സെറ്റിൽ, സിനിമയുടെ സെറ്റിൽ കാറോടി ജീവിക്കുന്നവൻ്റെ കഞ്ഞിയിൽ മണ്ണിട്ടുകൊണ്ട് 10 കാറ് വാങ്ങി സെറ്റിൽ വാടകയ്ക്ക് ഓടാൻ കൊടുക്കുന്ന അലവലാദികൾ വരെ ഇവിടെ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കോടികൾ ഉണ്ടാക്കിയിട്ടും ആർത്തി തീരാതെ ഒരു കാർ ഓടിയാൽ അവനൊരു 10,500-2,000 രൂപ കിട്ടും. കടവും കാവലും വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കണ്ടവൻ്റെ കാറുകൊണ്ടൊന്ന് ഓടിച്ചെടുത്താൽ. അങ്ങനെ ജീവിതം കൊണ്ട് നടക്കുന്ന പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട്
8ഉം 10ഉം കാറ് വാങ്ങി ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ ഞാൻ തരുന്ന കാറുകൾ ഓടണം. എൻ്റെ കാറ് എൻ്റെ സിനിമ എന്ന് ശ്രീനിവാസൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാറ് കൊണ്ട് കുടുംബം നയിക്കുന്നവരെ വരെ തെണ്ടിച്ച് കാശുണ്ടാക്കാൻ നോക്കുന്ന അലവലാദികളാണ് ഇവിടെ വലിയ കോടീശ്വരന്മാരായി വാചമടിച്ച് നടക്കുന്നതെന്ന് ഞാൻ പറയും. പട്ടിയുടെ മുന്നിൽ തൂറാതെ കോടികൾ വാരിക്കൂട്ടി നിധി കാക്കുന്ന ഭൂതം കണക്കെ ജീവിക്കുന്നവരുടെ ഇടയിലാണ് ശിവജി ഗുരുവായൂർ എന്ന് പറയുന്ന 100% കലർപ്പില്ലാത്ത കലാകാരൻ എന്ന് വിളിക്കേണ്ട അദ്ദേഹത്തെയാണ്. അങ്ങനെ ഒരു മനുഷ്യനും മലയാള സിനിമയിലുണ്ട് എന്നറിയുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ബോറടി അവസാനിപ്പിക്കാം. താങ്കൾ പറയുന്ന നിരീക്ഷണങ്ങളിൽ ഒന്നുപോലും പാളിപ്പോകാത്തതെന്താ? എന്നോട് ഫോണിൽ വിളിച്ച ഒരാൾ ചോദിച്ചതാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നതേയില്ല. അതിൻ്റെ രഹസ്യം എന്താണ്? ഒരു വിഷയം പറഞ്ഞിട്ട് ഇക്കാര്യത്തെപ്പറ്റി താങ്കളുടെ കാഴ്ചപ്പാടെന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഈ ആളുകൾക്ക് മറുപടി ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തല്ലോ നമ്മളെ ചാനലിൽ. VS-നെ തെറി പറഞ്ഞതോടുകൂടി ഞാൻ അത് അവസാനിപ്പിച്ചു. അപ്പോൾ ആളുകൾ പലരും ചെയ്യുന്നത് എന്നെ ഫോണിൽ വിളിക്കാറാണ് പതിവ്. അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു വിഷയം പറഞ്ഞിട്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞ ഒരാൾ, താങ്കളുടെ കാഴ്ചപ്പാട് എന്താ അതിനെപ്പറ്റി? അപ്പോൾ എനിക്ക് എന്താണ് കാഴ്ചപ്പാട് ഞാൻ പറയാം. അവൻ റെക്കോർഡ് ചെയ്യുകയാണെന്ന് പോലും ഞാൻ നോക്കാറില്ല, ഞാൻ പറയാറുണ്ട്. എന്നെ വിളിക്കുന്നവർ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഉത്തരം എനിക്കൊന്നേ പറയാനുള്ളൂ, ഏത് വിഷയത്തെപ്പറ്റിയും നന്നായി പഠിക്കുക. ഒരു വിഷയത്തെപ്പറ്റി പലരും പലതും പറയുമല്ലോ, അതിൽ നിന്ന് നമ്മുടേതായ വീക്ഷണകോണിൽ അത് നോക്കിക്കാണുക. പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി പറയുക. ശരിയായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാണ് എൻ്റെ ഉറപ്പ്. ഞാൻ കൈരളി ചാനൽ, പീപ്പിൾ ചാനലിൽ ആണ് ആദ്യമായിട്ട് നടിയെ പീഡിപ്പിച്ച കേസിൻ്റെ ചർച്ചയ്ക്ക് പോകുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കാർ ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ അതുവരെ ആ നടിയെ ആക്രമിച്ച കേസിൻ്റെ നാൾ വഴികൾ ഞാനിങ്ങനെ മനസ്സിലൂടെ ആലോചിച്ചുകൊണ്ട് പോയി. അതിൽ നിന്ന് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു വിഷയം വച്ചിട്ടാണ് അതിൽ ദിലീപ് തെറ്റ് ചെയ്തിരിക്കില്ല എന്ന് ഞാൻ ആദ്യമായിട്ട് പീപ്പിൾ ചാനലിൽ പറയുന്നത്. അവതാരകൻ ഡോക്ടർ ലാൽ പോലും ഞെട്ടിപ്പോയി. അടിച്ചു പറഞ്ഞു, ഞാൻ ഈ കേസിൽ ദിലീപ് തെറ്റുകാരനാവാൻ സാധ്യതയില്ല, അയാളെ ശിക്ഷിക്കാനും സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിതുകൊണ്ടാണ്, കാരണം ഞാൻ ഒരു വിഷയം കിട്ടിയാൽ അത് പലരും പല രീതിയിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ എത്താറാണ്. അത് മിക്കവാറും ശരിയായിരിക്കും എന്നാണ് എനിക്കിതുവരെയുള്ള അനുഭവം. സിനിമാക്കാരിൽ ബ്ലാക്ക് മണി 1 രൂപ പോലും ഇല്ലാത്തവനാണ് ഞാനെന്ന് ഒരാൾ പറഞ്ഞാൽ അവന് സാരമായ എന്തോ തകരാറുണ്ടെന്ന് ഉറപ്പിക്കണം. ഞാൻ സർക്കാരിൻ്റെ ഒന്നും 10 പൈസ വെട്ടിക്കില്ല, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എല്ലാ കണക്കും കൃത്യമായി കൊടുത്തിട്ട് എല്ലാം അടച്ചിട്ട് ഞാൻ സ്വസ്ഥമായിരിക്കുന്നവനാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 25 കോടി രൂപ ഒരാൾ അഭിനയിക്കാൻ വാങ്ങുന്നുവെങ്കിൽ 10 കോടി രൂപ കണക്കിൽ കാണിച്ചാൽ അയാളെ അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 25-ൽ 10 കോടി വൈറ്റ് മണിയാക്കി കാണിച്ചാൽ അയാളെ നമ്മൾ പൂവിട്ട് പൂജിക്കണം എന്ന് ഞാൻ പറയും. ഒരു ഉദ്ഘാടനത്തിന്, ഒരു ബ്രാൻഡ് അംബാസഡറായതിന് വാങ്ങുന്നതിൻ്റെ 10-1 ഇവരാരും കണക്കിൽപ്പെടുത്താറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ബുർജ് ഖലീഫയിലടക്കം ഫ്ലാറ്റുകൾ വാങ്ങി കൂട്ടിയിരിക്കുന്ന എത്ര സിനിമാക്കാർ ആദായ നികുതിക്കാരോട് സത്യം പറയും? ബുർജ് ഖലീഫയിൽ ആർക്കൊക്കെ ഉണ്ടെന്ന് കുറേയൊക്കെ ലിസ്റ്റ് എനിക്കറിയാം. കാരണം അവിടെ അതിനകത്ത് ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന തന്നെ പലരും എന്നോട് സംസാരിക്കുന്നുണ്ട്. സാറേ, എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 8ാമത്തെ നിലയിലാണ് കേട്ടോ മറ്റേ ആളുടെ ഫ്ലാറ്റ്. അയാൾക്ക് അവിടെ ഫ്ലാറ്റ് ഉണ്ട് സാറേ, അയാൾ കൂടെ വരാറുണ്ട് സാറേ, കഥകൾ പറയാൻ സാറേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പലരുടെയും അറിയാറുണ്ട്. ഇവരാരെങ്കിലും ഇൻകം ടാക്സിന് ഞാൻ ഇന്നടത്ത് ബുർജ് ഖലീഫയിൽ എൻ്റെ ഇത്രാമത്തെ നിലയിൽ ഇത്രാമത്തെ ഫ്ലാറ്റ് എൻ്റേതാണെന്ന് പറയുമോ? പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അഭിനേതാക്കളുടെയും സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഒക്കെ കാറുകൾ തലസ്ഥാനത്ത് ആരുടെയെല്ലാം വീട്ടിൽ മൂടിക്കെട്ടിയിട്ടിരിക്കുന്നു എന്ന് ആദായ നികുതിക്കാർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. പല സുഹൃത്തുക്കളുടെ വീട്ടിലും വില കൂടിയ 50 ലക്ഷവും 1 കോടിയും 5 കോടിയും കാറ് കിടക്കുന്നുവെങ്കിൽ മൂടിയിട്ടിരിക്കുന്നു, അനങ്ങുന്നില്ലെങ്കിൽ അത് അവരുടേതല്ല. അങ്ങനെ ഒരുപാട് കാറുകൾ ഇവിടെ പലയിടത്തും കിടപ്പുണ്ട്. വീട്ടിലെ വാച്ചറിന് പോലും, ഗേറ്റ് കീപ്പറിന് പോലും കോടികളുടെ ആസ്തിയുള്ള ഒരുപാട് സിനിമാക്കാരുണ്ട്. കാരണം അയാൾ പോലും പാവം അറിഞ്ഞിരിക്കില്ല ആ പാവത്തിൻ്റെ പേരിലാണ് ഇയാൾ മറ്റേ വസ്തു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ആധാറും കുന്തറവും കുടച്ചക്കറൊക്കെ വാങ്ങിച്ചിട്ട്
ബിനാമി എന്ന് നമ്മൾ പറയുന്ന പേരിൽ ഈ പാവം ഈ വാച്ചറുടെയും ഈ തൂപ്പുകാരിയുടെയും ഒക്കെ പേരിലായിരിക്കും വാങ്ങിക്കൂട്ടുന്നത്. ബ്ലാക്ക് മണി വന്ന് കുമിയുന്ന ഫീൽഡാണ് സിനിമ. ഒപ്പം എന്നെ പോലെയുള്ള പിച്ചക്കാരന്മാരുടെയും ഫീൽഡാണ് സിനിമ എന്ന് ഞാൻ പറയും. പൃഥ്വിരാജും ദുൽഖറും സൂക്ഷിക്കണം. ഒരുപാട് കണ്ണുകൾ നിങ്ങളുടെയൊക്കെ പുറകെ ഉണ്ട് എന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞതാണ്. അത് അവരോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല, സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം തലപ്പത്തിരിക്കുന്ന ഭരണാധികാരിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്നൊക്കെ നല്ല പുരുഷ ശബ്ദത്തിൽ ആർജവത്തോടെ സ്ക്രീനിൽ പറയുമ്പോൾ ഞാനടക്കമുള്ളവർ തിയേറ്ററിലിരുന്ന് കൈയടിക്കും. ഞാൻ കൈയടിച്ചു. പൃഥ്വിരാജ് അങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ കൈയടിച്ചു. ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചു. പക്ഷേ വേറെ ചിലർ ചുവപ്പ് വരയിട്ട് വയ്ക്കുമെന്നത് പൃഥ്വിരാജ് ഓർത്തിരിക്കാനിടയില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ്, അതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. പിന്നെ ദുൽഖർ, എൻ്റെ പണം, എൻ്റെ ഗാരേജ്, എൻ്റെ കാറുകൾ എന്നൊക്കെ പറയുമ്പോഴും 100 വട്ടം ദുൽഖർ ചിന്തിക്കണം. ഇല്ലെങ്കിൽ അനുഭവജ്ഞാനമുള്ള ബാപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ നിൻ്റെ ബാപ്പയുടെ പേര് മമ്മൂട്ടി എന്നാണ് എന്നെങ്കിലും ദുൽഖറിന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. കാരണം വർത്തമാനകാല ഇന്ത്യയിൽ നിൻ്റെ ബാപ്പയുടെ പേര് ഒരു പ്രശ്നമാണ് എന്നുള്ള യാഥാർത്ഥ്യം മമ്മൂട്ടി പറഞ്ഞു കൊടുക്കണമായിരുന്നു. നിൻ്റെ ബാപ്പ പത്മശ്രീയിൽ മാത്രം തളയ്ക്കപ്പെടുന്നത് നീ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കണമായിരുന്നു. ഇല്ലേല് ഷാരൂഖ് ഖാനെ പോലെ, നമ്മളെ കേരളത്തിലെ ഒരു അഖിലേന്ത്യാ മുസ്ലിം ഉണ്ടല്ലോ അബ്ദുള്ള കുട്ടിയെ പോലെ, ആരിഫ് മുഹമ്മദിനെ പോലെ നിൽക്കാൻ പഠിക്കണം. നിൻ്റെ ബാപ്പയും അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ പ്രശ്നമില്ല. നിൻ്റെ തന്തയ്ക്ക് പിറന്നവനായതിനാൽ, നിൻ്റെ നല്ല തന്തയ്ക്ക് പിറന്നവനായതിനാൽ നിൻ്റെ ബാപ്പയ്ക്ക് അതിന് കഴിയില്ലായിരുന്നു. നീ അത് മനസ്സിലാക്കാതെ ബർമയിൽ നിന്നൊക്കെ എന്താ പറയുക, ഭൂട്ടാനിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചക്കട വണ്ടികൾ വാങ്ങി ഗ്യാരേജ് നിറച്ചാൽ വെള്ളം കുടിക്കുമെന്നൊക്കെ പഠിപ്പിക്കണമായിരുന്നു. ഇല്ലേൽ ഇങ്ങനെയൊക്കെ ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചിത്രീകരിക്കാനായിട്ട് വരുന്നതിന് ഡ്രസ്സ് മാറുന്നതിനിടയിൽ ടി വിയിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതി കാണിക്കുന്നത് മമ്മൂട്ടി, ദുൽഖർ, പൃഥ്വിരാജ്, അമിത് എന്നിവരുടെ അടക്കം 19 സ്ഥലങ്ങളിൽ ED റെയ്ഡെന്നും ഭൂട്ടാൻ വാഹനക്കടത്തിൽ കുരുക്കു മുറുകുന്നു എന്നുമാണ് എഴുതി കാണിക്കുന്നത്. 4 പേരുടെ പേരെഴുതി കാണിച്ചിട്ട് 3 താരങ്ങളുടെ വീട്ടിൽ റെയ്ഡാണെന്ന് വാർത്ത. രാവിലെ 6:30 തുടങ്ങി റെയ്ഡെന്ന് പറയുന്നു. പ്രഥമ ദൃഷ്ട്യ ഫെമ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 3, 4, 8 എന്നീ വകുപ്പുകളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഭൂട്ടാനിൽ നിന്നും 200 SUVകൾ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിർത്തിയിൽ നിന്ന് SUVകൾ പിക് ഷോപ്പറിലോ കഷത്തോ വച്ചാണോ ഇന്ത്യയിൽ എത്തിച്ചത് എന്നൊന്നും ചോദിക്കാൻ നമുക്കാവില്ല. ചോദിച്ചാൽ വിവരം അറിയും. നമുക്ക് ചോദിക്കാൻ നോക്കൂ, ഭൂട്ടാനിൽ നിന്ന് 200 SUVകൾ എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ, വന്നു, ഞങ്ങൾക്ക് തെളിവുണ്ട്. അതെങ്ങനെ സാറേ ബിഗ് ഷോപ്പിൽ വെച്ചിട്ടുണ്ടെന്നോ അതാ കഷത്ത് വെച്ചിട്ടുണ്ടെന്നോ എന്ന് ചോദിക്കാൻ പറ്റുമോ? സംഭവം ED അല്ലേ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലേ. അവർക്ക് രാഷ്ട്രീയപരമായി ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവൻ കുരുങ്ങും, വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ടിയും വരും, ഒരുപാട് പൈസ നഷ്ടപ്പെടുകയും ചെയ്യും. ബാക്കിയൊക്കെ പിന്നാലെ പാർക്കലാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ സിനിമാ വാരഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ 7 or 8 കഥ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു. ഒരു കഥയില്ല, ഒരു കഥാപാത്രത്തിനോടും എനിക്ക് വിരോധമില്ല. നേരെ വാ നേരെ പോ. സത്യസന്ധമായാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരെ പറ്റി പറഞ്ഞത്. അതിലാരെങ്കിലും അയ്യോ ഇത് എന്നോട് ദിനേശൻ എന്തോ പകയുണ്ട് എന്ന് വിചാരിക്കരുത്. ഒരിക്കലും ഒരാളോടും പകയുമില്ല. നിങ്ങളുടെ ആരുടെയും ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അല്ല ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രോഗ്രാം കാണുന്ന ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുന്നവരോട് മാത്രമേ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.